സീക്വൽ മൂവികളുടെ ഒരു പ്രവാഹമാണ് 2026. ഇപ്പോൾ ആദ്യം തന്നെ ആട് 1, 2, 3 മൂന്നാമത്തെ ഭാഗം ഇറങ്ങി. സീക്വലോ പ്രീക്വലോ ആയിക്കോട്ടെ, പക്ഷേ ആ ഡയറക്ടർ തന്നെയാണ്, ഈ പറഞ്ഞ താരങ്ങളൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ് വാഴ 1 നും 2, വാഴ 1ന്റെ ഡയറക്ടറല്ല വാഴ 2 ചെയ്തെങ്കിൽ പോലും ഏകദേശം ഒരു ക്രൂ മെമ്പേഴ്സൊക്കെ ഇച്ചിരിയൊക്കെ അങ്ങോട്ടേക്ക് ഇട്ടുന്നുണ്ട്. എന്നിട്ട് രണ്ടാം ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വ്യത്യസ്തമായ കഥകളാണ്. ഭരതനാട്യത്തിൻ്റെ രണ്ടാം ഭാഗം മോഹിനിയാട്ടം അടിപൊളി സിനിമയായിരുന്നു, അതും സൂപ്പറായിരുന്നു. ഈ സീക്വലുകൾ കുറേ തുടങ്ങിയിട്ടുള്ളതാണ്. CBI സീരീസിൽ 5 സീരീസ് വന്നു. 5 സീരീസിൽ പലർക്കും പല സീരീസ് ആയിരിക്കും ഇഷ്ടപ്പെട്ടേക്കുന്നത്. എന്നാൽ പോലും എനിക്ക് ആദ്യത്തെ CBI ഡയറി ഗ്രൂപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് പറയുക. ദൃശ്യം 1, 2, 3 റിലീസ് ചെയ്യാൻ പോകുന്നു മെയ് 21 പക്ഷേ 1 നമുക്ക് റിലീസ് ആദ്യത്തെ 50 കോടി പടമാണ് നമ്മുടെ കേരളത്തിലെ. സൂപ്പർ പടമാണ്. ഇതുവരെയും കണ്ടേക്കുന്നതിൽ അത്യാവശ്യം നല്ല ഗംഭീരമായിട്ട് ഫാമിലി ഓറിയൻറ്റഡ് ത്രില്ലിംഗ് സബ്ജക്റ്റ് ആയിരുന്നു ദൃശ്യം 1. ദൃശ്യം 2 OTTയിലാണ്. അതുപോലെ കുറേ സിനിമകളുണ്ട്. ഇപ്പം ദേവാസുരം, അതിൻ്റെ രണ്ടാമതാണ് രാവണപ്രഭു. നമ്മുടെ ആവനാഴി IVCCയുടെ പടമാണ്. രണ്ടാമത് ഇൻസ്പെക്ടർ ബൽറാം. മൂന്നാമത്തത് കുളവാക്കിയിട്ടുണ്ടായിരുന്നു ബൽറാം വേഴ്സസ് താരദാസ്. അത് കുളവാക്കി കഴിയുന്നു. പക്ഷേ ഇൻസ്പെക്ടർ ബൽറാമും ആവനാഴിയും അടിപൊളിയാണ്. കിരീടം എക്കാലത്തെയും മികച്ച സൂപ്പർ സിനിമകളിലൊന്നാണ്. അതിൻ്റെ രണ്ടാം ഭാഗം പക്ഷേ കൊമേഴ്ഷ്യൽ വിജയിച്ചില്ലെങ്കിലും ഗംഭീര ക്യാരക്ടറാണ്. സേതുമാധവൻ കിരീടത്തിനകത്ത് തകർത്ത ക്യാരക്ടറാണ്. ചെങ്കോൽ. ഇങ്ങനെ ഒരുപാട് സീക്വലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റ് സീക്വലുകൾ ഏതാണെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക.